ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വൈറൽ ചീസ് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് നമുക്കിവിടെ ആവശ്യമായത് ബിസ്ക്കറ്റാണ്. അതിന് നമുക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തത്. പിന്നെ നമുക്ക് ഫ്രഷ് ക്രീം വേണം, ബട്ടർ വേണം. പിന്നെ ഞാനിവിടെ 2 ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ബിസ്ക്കറ്റ് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കേക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ബട്ടറും ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ബിസ്ക്കറ്റും ബട്ടറും കൂടെ മിക്സ് ചെയ്യുക. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രീസറിലേക്ക് വെക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് പാലൊഴിച്ച് ഒരു നാരങ്ങയുടെ നീര് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് പിരിഞ്ഞ് ആ പനീറെടുത്ത് മിക്സിയിലിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കേണ്ടതുണ്ട്. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 1-2 സെക്കൻഡും കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. അതിനുശേഷം അതിനകത്ത് പഞ്ചസാരയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഈ ബിസ്ക്കറ്റിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു 7 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാകാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഡയറി മിൽക്ക് ഒരു ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ഡബിൾ ബോയിലിംഗ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഇനി ഒരു അല്പം ബട്ടർ ഉരുക്കിയെടുത്ത് അതിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് അതിലേക്കൊരു ശകലം ഫ്രഷ് ക്രീമും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് നമുക്കിനി ആ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 7 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് സ്പൂൺ കൊണ്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിക്കുമ്പോൾ തന്നെ അത് സെറ്റായിട്ട് വരും. അതിനുശേഷം നമുക്ക് ബിസ്ക്കറ്റിൻ്റെ പൊടിയോ നട്ട്സോ ബദാമോ എന്തെങ്കിലും ഇട്ട് വെച്ച് നമുക്ക് അലങ്കരിച്ചെടുക്കാം. നമുക്കിത് ഇപ്പോൾ തന്നെ വേണമെങ്കിലും കഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടെ തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. Thank you so much.